നമസ്കാരം. അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിൽ കാലുകുത്തിയ നിമിഷം തന്നെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ തുലാസുകൾ വീണ്ടും മാറി തുടങ്ങിയിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ചൂടിൽ കത്തിക്കൊണ്ടിരുന്ന മേഖലയിൽ ഒരു പുതിയ നയതന്ത്ര കളിക്ക് തുടക്കമിടാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് സാധാരണ സമാധാന ചർച്ചകളുടെ തുടക്കമല്ല. ഇത് ശക്തി പ്രകടനത്തിന്റെയും നയതന്ത്ര മേൽക്കോയ്മ ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെയും ഭാഗമാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാനിലെത്തി. പ്രതിനിധി സംഘത്തോടൊപ്പമാണ് അദ്ദേഹം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ തടസ്സപ്പെട്ട നയതന്ത്ര ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകൾ ഇറാൻ നിഷേധിച്ചിട്ടുമുണ്ട്. പകരം ഇറാന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പാകിസ്ഥാൻ അധികൃതർക്ക് കൈമാറുകയും അവർ വഴി അത് അമേരിക്കയെ അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. ആണവ പദ്ധതികളും എണ്ണക്കടത്തും സംബന്ധിച്ച് കടുത്ത തീരുമാനങ്ങളും നിബന്ധനകൾക്കും അമേരിക്ക മുന്നോട്ട് വെക്കുമ്പോൾ ഒരു സമാധാന ഉടമ്പടിക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചു. അമേരിക്കൻ സംഘത്തിന് നേതൃത്വം നൽകുന്ന പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മുതിർന്ന ഉപദേശകനായ ജാരഡ് കുഷ്ണറും ഇന്ന് പാകിസ്ഥാനിലെത്തും. ഇത്തവണത്തെ ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ ചർച്ചാ സംഘത്തെ നയിച്ചിരുന്ന മുഹമ്മദ് ബാഗർ ഗാലിബാവും പങ്കെടുക്കുന്നില്ല.